JEE class. So our today's discussion topic is chemical kinetics. Am I audible to you? Can you please reply me in the chat box if I'm audible? Akshay T, Shobin, hi. Abdul Basit, ഞാൻ പറയുന്നത് audible അല്ലേ? Akshay, Shobin. Hello, yes, audible ആണ് അല്ലേ? Okay, all right. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. Okay, so we are going to have a discussion of chemical kinetics. എന്തൊക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. One moment. Okay, so what are the important topics that you have to understand from the topic chemical kinetics? അപ്പം എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with rate of a chemical reaction and factors influencing the rate of a chemical reaction. അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഓർ ദ വെലോസിറ്റി വിത്ത് വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ്. അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, അതിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അല്ലെ, here we deal with rate of a chemical reaction and factors influencing the rate of a chemical reaction. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുക. ഓക്കെ, സോ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? നമ്മൾ പറഞ്ഞു, നമുക്ക് റിയാക്ഷൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓൺ ദ ബേസിസ് ഓഫ് മെക്കാനിസം റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഏതൊക്കെയാണ് 3 ടൈപ്പ്? ദർ ആർ വെരി സ്ലോ റിയാക്ഷൻസ്. ഓക്കെ, ദർ ആർ വെരി സ്ലോ റിയാക്ഷൻസ് ആൻഡ് ദർ ആർ മോഡറേറ്റ്ലി ഫാസ്റ്റ് റിയാക്ഷൻസ്. There are moderately fast or moderately slow reactions and there are very fast reactions. Okay, there are very fast reactions. ഇതിൽ വെരി സ്ലോ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരുപാട് ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒക്കെ എടുത്ത് നടക്കുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ വെരി സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെൻ യു ടെൽ മീ ആൻ എക്സാമ്പിൾ? വളരെ സ്ലോ ആയിട്ട് മാത്രം നടക്കുന്ന ഒരു റിയാക്ഷന് എക്സാമ്പിൾ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? Yes, Alex Paul, Akshay, Hashir, Muhammad Safwan, Kenes. Can you tell me an example for a reaction which is occurring very slow? വളരെ പതുക്കെ മാത്രം നടക്കുന്ന ഒരു റിയാക്ഷന് എക്സാമ്പിൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാമോ? ഞാനങ്ങനെ വളരെ പതുക്കെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ വന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. ഇറ്റ്സ് പ്രോബബ്ലി റസ്റ്റിംഗ് ഓഫ് അയൺ. അല്ലെ, ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് വർഷങ്ങളോളം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ വെരി സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വളരെ ഫാസ്റ്റായിട്ട് സച്ച് റിയാക്ഷൻസ് ഹാപ്പൻസ് വിത്തിൻ ദ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും എടുക്കാതെ അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ്. വളരെ ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് ദ പ്രസിപ്പിറ്റേറ്റ് ഓഫ് AgCl. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഏത് റിയാക്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യമേ പറയാം. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻസും അല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും അല്ല. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് മോഡറേറ്റ്ലി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. മോഡറേറ്റ്ലി ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മിനിറ്റുകൾ, ഓക്കെ, കുറച്ച് മിനിറ്റുകൾ എടുത്ത് നടക്കുന്നത്. മേ ബി 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ ചിലപ്പം ചില മണിക്കൂറുകളാവാം, 1-2 മണിക്കൂറുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ്. മോഡറേറ്റ്ലി ഫാസ്റ്റ് റിയാക്ഷൻസിനാണ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷനിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ ആ റിയാക്ഷൻസ് നടക്കുന്ന സ്പീഡിനെ പറ്റിയിട്ടും അതുപോലെ ആ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി +1 തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് in order to predict the spontaneity of a process ആണ്.
ഒരു ഗിവൺ റിയാക്ഷൻ ഒരു ഗിവൺ കണ്ടീഷനിൽ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് യൂസ് ചെയ്യുന്നത്. ആ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ആ ഒരു ഡ്രോബാക്ക്, തെർമോഡൈനാമിക്സിൻ്റെ ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യുന്ന ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സ്പീഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ ആ റിയാക്ഷൻ്റെ മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? സോ ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി 3 ടോപ്പിക്കുകൾ ഉണ്ടെന്ന് പറയാം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ 3 ടോപ്പിക്കുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡീൽ വിത്ത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെന്താ ഉള്ളത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മൂന്നാമത് മെക്കാനിസം ഓഫ് എ റിയാക്ഷൻ. മെക്കാനിസം ഓഫ് എ റിയാക്ഷൻ. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സോ ഫസ്റ്റ് വൺ റേറ്റ് ആണ്. എന്താണ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി യു ഹാവ് ടു ടേക്ക് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇതാണ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്ട് ഈസ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ പറയാണ്. N2 gas react with 3H2 gas to produce 2NH3, 2 moles of ammonia gas, അല്ലേ? അപ്പം ഇവിടെ ഞാൻ നോക്കുമ്പം T ഈക്വൽ ടു 0-ൽ ഇത് 2 മോളാറാണ്, ഇത് 5 മോളാറാണ്, ഇത് 0 മോളാറാണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം എനിക്ക് കാണാൻ പറ്റിയത് ഇത് 1 മോളാറാണ്, ഇത് 2 മോളാറാണ്, ഇത് 2 മോളാറാണെന്ന് കാണാൻ പറ്റി. ഓക്കെ, can you tell me what is the rate with respect to nitrogen? What is rate with respect to nitrogen? ഒന്ന് കണ്ട് ചാറ്റ് ബോക്സിൽ പറയാമോ? Yes students, can you please reply me in the chat box? ഇത് ചെയ്തിട്ട് വാട്ട് ഈസ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ ഗ്യാസ് എത്രയാണ്? എങ്ങനെയാണ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ കാണുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നൈട്രജന്റെ കോൺസെൻട്രേഷൻ 2 മോളാർ എന്നുള്ളത് 1 മോളാറായി മാറി, അല്ലേ? അപ്പോൾ എന്താ ചേഞ്ച്? 1 മോളാർ ആണ് ചേഞ്ച്. വിത്ത് റെസ്പെക്ട് ടു ടൈം ടേക്കൺ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ്? 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1/10 മോളാർ പെർ മിനിറ്റ്, അല്ലേ? 1/10 മോളാർ പെർ മിനിറ്റ്. ഓക്കെ, ഓർ യു ക്യാൻ സേ 0.1 മോളാർ പെർ മിനിറ്റ്. 0.1 മോളാർ പെർ മിനിറ്റ്. ഇതാണ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ എന്ന് പറയുന്നത്. യെസ്, മുഹമ്മദ് സഫാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു, 0.1 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം വാല്യൂ ആണോ കിട്ടുക അതോ ഡിഫറെൻറ്റ് വാല്യൂ ആണോ കിട്ടുക? സപ്പോസ് യു ആർ ഫൈൻഡിങ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ഗ്യാസ്, നിങ്ങൾക്ക് എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? കെൻ യു ടെൽ മീ ദാറ്റ്? നിങ്ങൾക്ക് ഈ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ തന്നെയാണോ കിട്ടുക അതൊരു ഡിഫറെൻറ്റ് വാല്യൂ ആണോ കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യു ആർ ഫൈൻഡിങ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ഗ്യാസ്, എത്രയാണ് കിട്ടുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 2 ആയി, ചേഞ്ച് 3 ആണ്. വിത്തിൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 3/10. അപ്പോൾ നിങ്ങൾക്ക് 0.3 മോളാർ പെർ മിനിറ്റ് എന്നാണ് കിട്ടുക. ഇനി നിങ്ങൾ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു അമോണിയ ആണ് കാണുന്നതെങ്കിലോ? റേറ്റ് വിത്ത് റെസ്പെക്ട് ടു അമോണിയ ആണ് കാണുന്നതെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ഓക്കെ, റേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ആദ്യം ചോദിക്കുന്നത് നെഗറ്റീവ് ആവണ്ടേ സാർ എന്നാണ് ചോദിക്കുന്നത്. റേറ്റ് നമ്മൾ എപ്പോഴും പറയുക പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എടുക്കും. റിയാക്ടൻ്റ് എടുക്കുമ്പോൾ നേരെ നമ്മൾ തിരിച്ചെടുക്കും, ഇനീഷ്യൽ മൈനസ് ഫൈനൽ എടുക്കും. സോ ദാറ്റ് വി ഓൾവേസ് റെപ്രസെൻറ്റ് റേറ്റ് ഇൻ പോസിറ്റീവ് വാല്യൂ. നമ്മൾ എപ്പോഴും റേറ്റ് എന്തിലാണ് പറയുക? പോസിറ്റീവിലാണ് പറയുക. റേറ്റ് കൻ നോട്ട് ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു അമോണിയ എന്താ കിട്ടുന്നത്? 2 - 0, ചേഞ്ച് എത്രയാണ്? 2 ആണ് ബൈ 10, അല്ലേ? അപ്പോൾ 0.2 മോളാർ പെർ മിനിറ്റ് എന്ന് കിട്ടും. നിങ്ങൾ നോക്കൂ, റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജനും റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജനും റേറ്റ് വിത്ത് റെസ്പെക്ട് ടു അമോണിയയും ഒരു വാല്യൂ ആണോ? അല്ല, 3 വാല്യൂ ആണ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ,
വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിക്കുകയാണ്. ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളിതിൽ ഏത് വാല്യൂ ആയിരിക്കും പറയുക? സപ്പോസ് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പം നിങ്ങളിതിൽ ഏത് വാല്യൂ ആണ് പറയുക? 0.1 ആണോ പറയുക, 0.2 ആണോ പറയുക, അതോ 0.3 ആണോ പറയുക? കൻ യു ടെൽ മീ ഇൻ ദ ചാറ്റ് ബോക്സ്? ഇതിൽ ഏത് വാല്യൂ ആണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുക? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? എൻ്റെ ചോദ്യം അതാണ്. ഈ റിയാക്ഷൻ നടക്കുന്ന റേറ്റ് എന്താണ്? ഓക്കെ, സോ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ആളുകളെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് കോൺസെപ്റ്റ്. അപ്പം റേറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് നൈട്രജൻ. എത്ര അത്? 1 ആണ്. സോ 0.1 തന്നെ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഹൈഡ്രജനെ വിത്ത് റെസ്പെക്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 0.3/3 എന്താണ്? 0.1 ആണ്. അമോണിയ ആണെങ്കിൽ അമോണിയൻ്റെ കോഫിഷ്യൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. എത്രയാണ്? 0.2/2 എത്രയാണ്? 0.1 ആണ്. സോ ഈ ചോദ്യത്തിൽ നിങ്ങളോട് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്, ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? 0.1 മോളാർ പെർ മിനിറ്റ് എന്നാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇതാണ്. വാട്ട് ഈസ് ദ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ടൻറ്റ്? വാട്ട് ഈസ് ദ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ പ്രോഡക്റ്റ്? What is the rate of disappearance of reactant? What is the rate of formation of a product? എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ ചെയ്താൽ മതി. ബട്ട് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പം യു ഹാവ് ടു ടേക്ക് 1 സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ അല്ലേ? സോ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു 1 സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇൻറ്റു change in concentration of reactant or product divided by time taken. അപ്പം ആദ്യം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ റിയാക്ടൻറ്റ്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എ പ്രൊഡക്റ്റ്, ഇതെങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ റിയാക്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ടേക്കൺ ചെയ്താൽ മതി. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും 1 സ്റ്റോഷിയോമെട്രിക് എടുക്കണം. ഓക്കെ, സോ സിമ്പിളായിട്ട് ഞാൻ പറയാം. എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ഇൻറ്റു മൈനസ് DA/dt ദാറ്റ് ഈസ് ഈക്വൽ ടു 1/b ഇൻറ്റു മൈനസ് DB/dt ദാറ്റ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു DC/dt that is equal to 1/d into dd/dt. ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കാണുമ്പം എപ്പോഴും എന്ത് വേണം? യു ഹാവ് ടു ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇസ് ദിസ് കോൺസെപ്റ്റ് ക്ലിയർ ടു യു? ഈ പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്? എന്താണ് റേറ്റിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് റേറ്റ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടു. മോളാർ പെർ മിനിറ്റ് ആവാം, മോളാർ പെർ സെക്കൻഡ് ആവാം, ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന് പകരം ചേഞ്ച് ഇൻ പ്രഷർ എടുക്കാം. ഗ്യാഷ്യസ് റിയാക്ടൻറ്റുകളോ ഗ്യാഷ്യസ് പ്രൊഡക്റ്റുകളോ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എടുത്താലും റേറ്റ് തന്നെയാണ്. സോ നമുക്ക് അറ്റ്മോസ്ഫിയർ പെർ മിനിറ്റ് പറയാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡിൽ പറയാം. സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് റേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചത് മോളാർ പെർ മിനിറ്റിലാണ്, പക്ഷേ ഓപ്ഷൻ എല്ലാം അറ്റ്മോസ്ഫിയർ പെർ മിനിറ്റിലാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളത് കൺവേർഷൻ നടത്തുക? നിങ്ങൾക്കറിയാം PV ഈസ് ഈക്വൽ ടു NRT ആണ് അല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ വാട്ട് ഈസ് P ഈസ് ഈക്വൽ ടു N/V ഇൻറ്റു RT ആണ്. N/V എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോൺസെൻട്രേഷൻ. സോ P ഈസ് ഈക്വൽ ടു CRT ആണ്. സോ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ, റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റേറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷനെ നിങ്ങൾ RT വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റേറ്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷനെ RT വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 തരം റേറ്റുകളുണ്ട് എന്നാണ്. എന്തൊക്കെയാണ് 2 തരം റേറ്റ്? ആവറേജ് റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഉണ്ട്. ഓക്കെ, 2 തരം റേറ്റുകളുണ്ട്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഉണ്ട്. എന്താ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേറ്റ് മെഷേർഡ് ഓവർ എൻ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് മെഷേർഡ് ഓവർ എൻ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എടുക്കുക. ഓക്കെ, കോൺസെൻട്രേഷൻ അറ്റ് ടൈം T
Concentration at time T1 minus concentration at time T2 divided by T2 minus T1 എന്നൊക്കെ നമ്മൾ എടുക്കുക. Change in concentration of reactant or product by time taken. അത് ആവറേജ് റേറ്റ് ആണ്. എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. എങ്ങനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണുക? യു ഹാവ് ടു ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പോയിന്റിൽ നിങ്ങൾ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക, ആ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. നമ്മൾ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ആവറേജ് റേറ്റ് കാണാൻ വേണ്ടിയിട്ട് സപ്പോസ് ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് വാരി ചെയ്യുന്നതെങ്കിൽ ഇതാണ് ടൈം T1, ഇതാണ് ടൈം T2 എങ്കിൽ ആവറേജ് റേറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? കോൺസെൻട്രേഷൻ അറ്റ് ടൈം T2 മൈനസ് കോൺസെൻട്രേഷൻ അറ്റ് ടൈം T1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇതാണ് ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അതേസമയം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാനോ ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ ടൈമാണ്. നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കർവിൽ ഏത് പോയിന്റിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണോ കാണേണ്ടത് ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺസെപ്റ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്തൊക്കെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒന്ന് നേച്ചർ ഓഫ് റിയാക്ടൻറ്റ് ഓർ പ്രോഡക്റ്റ് ആണ്, രണ്ടാമത്തത് കോൺസെൻട്രേഷൻ ആണ്, മൂന്നാമത്തത് ടെമ്പറേച്ചർ ആണ്, നാലാമത്തത് കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണുള്ളത്. നേച്ചർ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, കാറ്റലിസ്റ്റ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് ആണ്. നേച്ചർ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇത് റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. സോ നേച്ചർ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് 5 പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് മാക്സിമം ഇൻ ഗാഷ്യസ് ഫേസ് ആൻഡ് ദെൻ ലിക്വിഡ് ഫേസ് ആൻഡ് ദെൻ സോളിഡ് ഫേസ് എന്നാണ്. എപ്പോഴും റിയാക്ഷൻ്റെ റേറ്റ് മാക്സിമം ആയിരിക്കും ഏത് ഫേസിലായിരിക്കും? ഗാഷ്യസ് ഫേസിലായിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ മാക്സിമം. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് മാക്സിമം ഇൻ ഹോമോജീനിയസ് ഫേസ് കമ്പയർഡ് ടു ഹെട്രോജീനിയസ് ഫേസ് എന്നാണ്. ഹോമോജീനിയസ് ഫേസിലെ റേറ്റ് ഹെട്രോജീനിയസ് ഫേസിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ മൂന്നാമത് പറയാനൊരു പോയിന്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ എന്നാണ്. അല്ലേ, നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിലൊക്കെ അതിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ചാർക്കോൾ എടുക്കുകയാണ്, പൗഡേർഡ് ചാർക്കോൾ ആണോ അതോ അതല്ലാതെ ചാർക്കോൾ ആണോ കൂടുതൽ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും പൗഡേർഡ് ഫോം ആയിരിക്കും കൂടുതൽ റിയാക്റ്റീവ്. കാരണം നിങ്ങൾ ഒരു വസ്തുവിനെ പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പം അവൈലബിൾ ഏരിയ കൂടുകയാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് റിയാക്ഷനും കൂടും. നാലാമത് നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റും. പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുകയാണ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ടൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ 5 പോയിന്റുകളാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. റേറ്റ് ഓഫ് റിയാക്ഷൻ, അതിനെ നേച്ചർ ഓഫ് റിയാക്ടൻ്റ് ഓർ പ്രോഡക്റ്റ് എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റും കോൺസെൻട്രേഷനും എഫക്റ്റ് ആയിരിക്കുന്നത്? ഓക്കെ, ശരിക്കും റേറ്റ് എങ്ങനെയാണ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നാണ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പറയാൻ തോന്നും റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആണ് എന്ന് പറയാൻ തോന്നും. അങ്ങനെയാണ്, അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ നേച്ചറിൽ ഒരുപാട് റിയാക്ഷനുകളുണ്ട്, പലതരം റിയാക്ഷനുകളുണ്ട്. ചില റിയാക്ഷനുകളിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് കൂട്ടിയാലും കുറച്ചാലും ഒന്നും റേറ്റ് മാറില്ല. അത്തരം റിയാക്ഷനുകൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക. ചില റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് കുറയുകയാണ് ചെയ്യുക, അവിടെ നമ്മൾ നെഗറ്റീവ് ഓർഡർ ആണെന്ന് പറയും. ചിലപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് 4 ഇരട്ടിയായിട്ട് മാറും, അപ്പോൾ അതിനെ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ റേറ്റ് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് എ ഗിവ്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു റിയാക്ഷനാണ്. എങ്ങനെയാണ് ഇവിടെ റേറ്റ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുക റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു n എന്നാണ്, വേർ n ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. n ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐ ക്യാൻ റൈറ്റ് r ഈസ് ഈക്വൽ ടു k ഇൻറ്റു എ റേസ് ടു n. എന്താ k എന്ന് പറഞ്ഞാൽ? k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. നമുക്കതിനെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കാം, അല്ലേ? വി ക്യാൻ കോൾ ഇറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓർ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്.
rate constant or velocity constant or specific reaction rate എന്നൊക്കെ നമുക്ക് പറയാം. സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്നൊക്കെ പറയാം. അതിനാണ് നമ്മൾ K എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഈസ് യൂണിറ്റി എന്ന് പറയാം അല്ലേ. R ഈസ് ഈക്വൽ ടു K ആവും. എപ്പോഴാണ് R ഈസ് ഈക്വൽ ടു K ആവുക? വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഈസ് 1 മോളാർ. Okay, so rate constant is nothing but rate of reaction when concentration of reactant is unity. Okay, so നമുക്കിനി എന്ത് നോക്കാം? ഇനി നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നോക്കാം. ഓക്കെ, റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു n ആണ്. എന്താണ് യൂണിറ്റ് ഓഫ് K എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് K എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത് മോൾസ് പെർ ലിറ്ററിലാണ്. മോൾസ് പെർ ലിറ്റർ റേസ് ടു n ആണ്. നമുക്കറിയാം യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ പെർ സെക്കൻഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ മോൾസ് പെർ ലിറ്റർ റേസ് ടു n. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോൾസ് പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ്. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് K. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് മോൾസ് പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പം വ്യത്യസ്ത ഓർഡർ വരുമ്പം, ഓക്കെ, ഫോർ എക്സാമ്പിൾ 0 ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് കരുതുക. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ഓഫ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 0 ആണ്. അപ്പം മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, ഇതായിരിക്കും യൂണിറ്റ് ഓഫ് K എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 1 ആണ്. 1 മൈനസ് 1 0 ആണ്. അപ്പം സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് യൂണിറ്റ് വരിക. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 2 ആണ്. അപ്പം 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 1 വരും അല്ലേ. അപ്പം മോൾ റേസ് ടു മൈനസ് 1 ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, ഇതായിരിക്കും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. സോ ഫ്രം ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ യൂണിറ്റ് ഓഫ് K നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ റിയാക്ഷൻ്റെ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യനിൽ ഓർഡർ എടുത്ത് പറയണമെന്നില്ല. റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തരും, അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റ് കാണും. അതിൻ്റെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ഓർഡറിൻ്റെ അർത്ഥം? നമുക്ക് വളരെ ജനറൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ബേസിക്കലി എന്താണ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, റേറ്റ് മാറാൻ പോകുന്നില്ല. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്തു, റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പറയാം അതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണെന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇരട്ടിയാക്കിയപ്പം റേറ്റും ഇരട്ടിയായി, അപ്പം നമ്മൾ പറയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇരട്ടിയാക്കിയപ്പം റേറ്റ് 4 ഇരട്ടിയായി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുക ഓർഡർ 2 ആണെന്നാണ്. കാരണം 2ന്റെ സ്ക്വയർ ആണ് 4. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്തപ്പം റേറ്റ് ഹാഫ് ആയി പോയി എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുക ഓർഡർ -1 ആണ് എന്നാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്തപ്പം റേറ്റ് 1/4 ആയാൽ നമ്മൾ പറയും ഓർഡർ -2 ആണ് എന്ന് പറയും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്തപ്പം റേറ്റ് 8 ഇരട്ടിയായാൽ നമ്മൾ പറയുക ഓർഡർ 3 ആണ് എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റ് 3 ഇരട്ടിയായി എന്ന് എഴുതുക. നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റും ഡബിൾ ആയ ഓർഡർ 1 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റ് 4 ഇരട്ടിയായാൽ ഓർഡർ 2 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റ് 3 ഇരട്ടിയായാൽ ഓർഡർ ഈസ് ബിറ്റ്വീൻ 1 and 2 എന്ന് പറയേണ്ടി വരും. അപ്പം ഓർഡർ എന്താവാം? ഫ്രാക്ഷനും ആവാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്തു റേറ്റ് 5 ഇരട്ടിയായി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റ് 4 ഇരട്ടിയായാൽ സെക്കൻഡ് ഓർഡർ ആണെന്ന് പറയും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡബിൾ ചെയ്ത് റേറ്റ് 8 ഇരട്ടിയായാൽ തേർഡ് ഓർഡർ ആണെന്ന് പറയും. 4 ഇരട്ടിയുമല്ല 8 ഇരട്ടിയുമല്ല, അതിൻ്റെ ഇടയ്ക്കാണ് ആയതെങ്കിലോ നമ്മൾ പറയും ഓർഡർ ഈസ് ബിറ്റ്വീൻ 2 and 3 എന്ന് പറയും. അപ്പം ഓർഡർ എന്ന് പറഞ്ഞ വാല്യൂ എന്തൊക്കെയാവാം? ഓർഡർ എന്ന് പറഞ്ഞ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, -1 ആവാം, -2 ആവാം, ഫ്രാക്ഷൻ ആവാം, ഇതെല്ലാം ആവാം എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, ഓർഡർ ക്യാൻ ബി 1, 2, 3, 0, നെഗറ്റീവ് ഓർ ഫ്രാക്ഷൻ. ഇതൊക്കെ ഓർഡറിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി വളരെ ചെറുതായിട്ടൊന്ന് മെക്കാനിക്സിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനി തിയറി ആണോ പറയേണ്ടത്, തിയറിൻ്റെ സമ്മറൈസേഷൻ ആണോ വേണ്ടത്, അതോ കൂടുതൽ പ്രോബ്ലംസ് ആണോ വേണ്ടത്? ക്യാൻ യു പ്ലീസ് റിപ്ലൈ മീ ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് കൂടുതലും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സമ്മറി ആയിട്ട് ഇങ്ങനെ പറഞ്ഞ്
സമ്മറൈസ് ചെയ്ത് പോവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക. അതല്ല നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിൽ പ്ലീസ് റിപ്ലൈ മീ ഇൻ ദ ചാറ്റ് ബോക്സ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. യെസ്, അബ്ദുൽ ബാസിദ് പറയുന്നു കൂടുതലും പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് പറയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് വാസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദിസ് വാസ് എ ജനറൽ ഇൻട്രൊഡക്ഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം എടുക്കാം. പ്രോബ്ലം എടുത്തിട്ട് ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട തിയറി നമുക്ക് പറയാം. യെസ്, എല്ലാവർക്കും കൂടുതലായിട്ടും ആൾക്കാർക്ക് വേണ്ടത് പ്രോബ്ലംസ് ആണ്. സോ വി ഗോ വിത്ത് പ്രോബ്ലംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ. ദ റേറ്റ് ലോ ഫോർ ദ റിയാക്ഷൻ ബിലോ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ K into concentration of A into concentration of B. എന്താ പറയുന്നത്? R is equal to K into concentration of A into concentration of B ആണെന്ന് പറയുന്നു. ഇതാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്നാണ് അവർ പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ബി ട്രിപ്പിൾ ആക്കി 0.1 നിന്ന് 0.3 മോളാക്കി മാറ്റി. കോൺസെൻട്രേഷൻ ഓഫ് എ ചേഞ്ച് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ആൻസർ? വാട്ട് ഈസ് ദ ആൻസർ? ഇവിടെ റേറ്റ് കോൺസ്റ്റന്റിന് എന്താണ് സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് ആൻസർ പറഞ്ഞേ നോക്കട്ടെ. വാട്ട് ഈസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? കോൺസെൻട്രേഷൻ ഓഫ് ബി നമ്മൾ 3 ഇരട്ടിയാക്കി. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എത്ര ഇരട്ടിയാണ് ആവുക? യെസ്, പറയാമോ? ആൻസർ പറയാമോ ചാറ്റ് ബോക്സിൽ? വാട്ട് ഈസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞ എല്ലാവരും. സൽമാൻ മുഹമ്മദ് ഓപ്ഷൻ ബി ആണ് എന്നാണ് പറയുന്നത്. 9 ഇരട്ടിയാവും എന്നാണ് സൽമാൻ പറയുന്നത്. വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? അബ്ദുൽ ബാസിദ് പറയുന്നത് ഡി ആണ് എന്നാണ്. യെസ്, ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. അബ്ദുൽ ബാസിദിന്റെ ആൻസർ ആണ് കറക്റ്റായ ആൻസർ. റേറ്റ് കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യില്ല. മക്കളെ, റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഓർത്തിരിക്കുക കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റ് ഒരിക്കലും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. റേറ്റ് കോൺസ്റ്റന്റ് ആകെ 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യൂ. ഒന്ന് ടെമ്പറേച്ചർ ആണ്, മറ്റേ ആൾ കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ 2 ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, അതല്ലാതെ റേറ്റ് കോൺസ്റ്റന്റ് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് മാറിയ റേറ്റ് കോൺസ്റ്റന്റ് മാറില്ല. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരി, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. A plus 2B gives C എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അഗെയിൻ സെയിം ആയിട്ടാണ് റേറ്റ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? R is equal to K into concentration of A into concentration of B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എ സെയിം ആക്കി വെച്ചു, ബി ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റേറ്റിന് എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് എ സെയിം ആക്കി വെച്ചിട്ട് ബി ഡബിൾ ചെയ്താൽ റേറ്റിന് എന്താണ് സംഭവിക്കുക എന്നാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. കൻ യു പ്ലീസ് റിപ്ലൈ മീ ഇൻ ദ ചാറ്റ് ബോക്സ്? ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. യെസ്, അബ്ദുൽ ബാസിദ് പറയുന്നു ഡബിൾ ആവും എന്ന്. ഓക്കെ, യെസ്, മുഹമ്മദ് സഫാനും പറയുന്നു ഡബിൾ ആവും. കറക്റ്റാണ്. അബ്ദുൽ ബാസിദും മുഹമ്മദ് സഫാനും പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ബിക്കോസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി നമുക്കിവിടെ കാണാൻ പറ്റും 1 ആണ് അല്ലേ? വാട്ട് ഈസ് ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറഞ്ഞാൽ ബി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും എന്താവും? ഡബിൾ ആവും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസും JEE മെയിൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആക്ച്വലി എ ക്വസ്റ്റ്യൻ ഫ്രം JEE മെയിൻസ്. നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മുമ്പ് JEE മെയിൻസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നിങ്ങളുടെ തിയറി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ദ നോൺ സ്റ്റോഷിയോമെട്രിക് റിയാക്ഷൻ 2A plus B gives C plus D, the following kinetic data were obtained in 3 separate experiments, all at 298 Kelvin. The rate law for the formation of C is. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ ഇവിടെ? യെസ്, ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ പറയാൻ പറ്റുന്നത്? ഇത് കുറച്ച് ട്രിക്കി ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? ഐ എം ഷുവർ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതിൻ്റെ ആൻസർ ഓൾറെഡി അറിയുമായിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. യെസ്, അബ്ദുൽ ബാസിദ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശരി, നോക്കൂ. ഇതെങ്ങനെയാണ്? വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമുക്കിവിടെ കാണാൻ പറ്റും എ ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ബി ഡബിൾ ചെയ്തു, അപ്പോൾ റേറ്റ് മാറിയില്ല.
നിങ്ങൾ ആദ്യത്തെ 2 ഡേറ്റ് നോക്കൂ. ആദ്യത്തെ 2 ഡേറ്റ് നോക്കുമ്പം നമുക്ക് എന്താ കാണാൻ പറ്റുക? ആദ്യത്തെ 2 ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക എ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ബി ഡബിൾ ചെയ്തപ്പം റേറ്റ് ചേഞ്ച് ചെയ്തില്ല. ബി ഡബിൾ ചെയ്തു, റേറ്റ് മാറിയില്ല എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്താ? 0 ആണ്. ഓക്കെ, ബി ഡബിൾ ചെയ്തു എന്നിട്ടും റേറ്റ് ചേഞ്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എവിടെയാണ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി 0 ഉള്ളത്? ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ ഓർഡർ ബീനെ റേറ്റ് ബീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുള്ളൂ. അതേത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്. സോ ഒബ്വിയസ്ലി അവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. കാരണം ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ബീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിന്നെ എക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നാമത്തെ ഡേറ്റയും മൂന്നാമത്തെ ഡേറ്റയും നിങ്ങൾ നോക്കുക. എ ഡബിൾ ചെയ്തു, ബി സെയിം ആണ്, അപ്പോൾ റേറ്റ് എന്തായി? ഡബിളായി. അതായത് ബി കോൺസ്റ്റന്റ് ആക്കി വെച്ച് എ ഡബിൾ ചെയ്തപ്പം റേറ്റും ഡബിളായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. അപ്പോൾ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ JEE മെയിൻസിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. Can you tell me the answer for this question? In the reaction of formation of sulfur trioxide by contact process, rate of reaction DO2 by dt തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് എന്താണ്? What is the rate of reaction in terms of SO2? Okay, what is the rate with respect to SO2 എന്നാണ് ചോദിക്കുന്നത്. Can you tell me the answer for this question? നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റുക? 1/2 ഇൻറ്റു മൈനസ് ഡി SO2 ബൈ ഡി ടി അല്ലേ? 1/2 ഇൻറ്റു മൈനസ് ഡി SO2 ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് DO2 ഡിവൈഡഡ് ബൈ ഡി ടി ആണ് അല്ലേ? സോ 1/2 ഇൻറ്റു മൈനസ് ഡി SO2 ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് വാട്ട് ഈസ് DO2 ബൈ ഡി ടി? മൈനസ് 2.5 ഇൻറ്റു 10⁻⁻⁴ ആണ് അല്ലേ? സോ വാട്ട് ഈസ് ഡി SO2 ബൈ ഡി ടി? ഡി SO2 ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു 2.5 മൈനസ് 5 ഇൻറ്റു 10⁻⁻⁴ എന്നാണ് കിട്ടുക. ഓക്കെ, ഏത് ഓപ്ഷനാണ് കറക്റ്റ്? മൈനസ് 5 ഇൻറ്റു 10⁻⁴ എന്ന് പറയുന്ന ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾ കറക്റ്റ് ഓപ്ഷനായിട്ട് പിക്ക് ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യമല്ലേ? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 1/2 ഇൻറ്റു മൈനസ് ഡി SO2 ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് DO2 ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ദിസ് വാല്യൂ ഈസ് ആക്ച്വലി ഗിവൺ ടു യു. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. സോ ഫ്രം ഹിയർ ഈ 2 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡി SO2 ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് 5 ഇൻറ്റു 10⁻⁴ ആണ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചോദ്യവും വന്നുള്ളതാണ്. 2014 വന്ന ചോദ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, 2014 ക്വസ്റ്റ്യൻ ആണ്, JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ. റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the reaction 3A plus 2B gives C plus D, the differential rate law can be written as. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? പറയാമോ ആൻസർ? 3A plus 2B gives C plus D 2014 ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും അല്ലേ? മൈനസ് 1/3 ഇൻറ്റു ഓക്കെ മൈനസ് 1/3 ഇൻറ്റു DA ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 1/2 ഇൻറ്റു DB ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? DC ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു DD ബൈ ഡി ടി ആണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു N ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു M, where N ഈസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A ആൻഡ് M ഈസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B. അപ്പോൾ നമ്മളിവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാം? മൈനസ് 1/3 ഇൻറ്റു DA ബൈ ഡി ടി ഈസ് ഈക്വൽ ടു DC ബൈ ഡി ടി ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു N ഇൻറ്റു B റേസ് ടു M എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ചോദ്യങ്ങളല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ, ഐ ഹോപ്പ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ സിമ്പിൾ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കെമിക്കൽ കൈൻഡ്സിന് ഒരുപാട് വരാറുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് MnO4 മൈനസ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതായത് മൈനസ് ഡി MnO4 മൈനസ് ബൈ ഡി ടി ആണ് തന്നത്. ഓക്കെ, ദേ ഹാവ് ഗിവൺ മൈനസ് ഡി MnO4 മൈനസ് ഡിവൈഡഡ് ബൈ
dt. അത് എത്രയാണെന്നാണ് പറയുന്നത്? 4.56 into 10 raised to minus 3 molar per second ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ചോദ്യം റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് I2 എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് I2 എന്നാണ് ചോദ്യം. എനിക്കിവിടെ എഴുതാൻ പറ്റും 1/2 into minus dMnO4 minus divided by dt എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 into di2 by dt ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇവിടെ നിന്ന് എന്താണ് di2 by dt എന്ന് പറഞ്ഞാൽ di2 divided by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ from here what can you write? What is di2 by dt? di2 by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 അതായത് 2.5 into minus dMnO4 minus by dt ആണ്. Okay, that is equal to 2.5 into minus dMnO4 minus by dt എത്രയാണ്? It is given as 4.56 into 10 raised to minus 3 അല്ലേ. 4.56 into 10 raised to minus 3. അപ്പോൾ നിങ്ങളിത് വെറുതെ ചെയ്താൽ മാത്രം മതി. 2.5 into 4.56 ചെയ്യുമ്പോൾ 11.4 എന്നാണ് കിട്ടുക. So this is 11.4 into 10 raised to minus 3 or you can write 1.14 into 10 raised to minus 2. 1.14 into 10 raised to minus 2 എന്ന് പറഞ്ഞത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. So for this question correct answer is option B, 1.14 into 10 raised to minus 2. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ അതൊന്ന് ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ക്ലിയർ ടു യു. ഓക്കെ, 1.14 into 10 raised to minus 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. Let's move to the next question. Reaction rate between two substances A and B is expressed as following. എന്താ പറഞ്ഞിരിക്കുന്നത്? Rate is equal to K into A raised to N into B raised to M എന്നാണ് പറഞ്ഞിട്ടുള്ളത്. If the concentration of A is doubled and concentration of B is made to half, the ratio of new rate to earlier rate will be എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടു നോക്കാം നമുക്ക്. നിങ്ങളൊന്ന് പറഞ്ഞേ ആൻസർ എന്താണ്? നമുക്കിവിടെ പറയാൻ പറ്റും R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു A റേസ് ടു N ഇൻറ്റു B റേസ് ടു M ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ. ദിസ് ഈസ് R1. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു എന്താ സംഭവിച്ചത്? A ഡബിൾ ചെയ്തില്ലേ? അപ്പോൾ 2A റേസ് ടു N. B എന്തായിന്നാ പറഞ്ഞേ? B ഹാഫ് ആയിന്നാ പറഞ്ഞേ അല്ലേ. B/2 റേസ് ടു M. അവർ ചോദിക്കുന്നത് എന്താ? ദർ ആസ്കിങ് ഫോർ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ന്യൂ റേറ്റ് ടു ഏർലിയർ റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. അതായത് R2/R1 ആണ് അവർക്ക് വേണ്ടത്. വെറുതെ റേഷ്യോ എടുത്താൽ പോരെ. റേഷ്യോ എടുക്കുമ്പോൾ നമുക്കറിയാം കെയും കട്ടായിപ്പോയി. A റേസ് ടു N A റേസ് ടു N കട്ടായി കഴിഞ്ഞാൽ 2 റേസ് ടു N എന്ന് വരും. B റേസ് ടു M കട്ടായി കഴിഞ്ഞാൽ 1/2 റേസ് ടു M എന്ന് വരും. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് R2/R1. നിങ്ങൾ വെറുതെ ഇതിനെ 1 കൊടുക്കുന്നു, ഇതിനെ 2 എന്ന് കൊടുക്കുന്നു. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി. R2/R1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 റേസ് ടു N മൈനസ് M എന്ന് കിട്ടും അല്ലേ. എത്ര പേർ കറക്റ്റ് ആൻസർ കിട്ടി? R2/R1. The ratio of new rate to the earlier rate will be 2 raised to N minus M എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ക്ലിയർ ടു യു. ലെറ്റ് us move to the next question. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ റിയാക്ഷൻ Cl2 plus H2S gives sulfur plus 2H plus plus 2Cl minus. അതിൻ്റെ റേറ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. R is equal to rate equation. Actual rate equation is given to you as R is equal to K into concentration of Cl2 into concentration of H2S. നമുക്ക് പറയാൻ പറ്റും it is first order with respect to chlorine എന്ന് പറയാൻ പറ്റും. It is first order with respect to H2S എന്ന് പറയാൻ പറ്റും. Overall order of the reaction 2 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. എന്നിട്ട് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദീസ് മെക്കാനിസം ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് റേറ്റ് ഇക്വേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏത് മെക്കാനിസമാണ് കറക്റ്റ്? എയും ബിയും രണ്ട് മെക്കാനിസവും കറക്റ്റാണോ? എ മാത്രമാണോ കറക്റ്റ്? ബി മാത്രമാണോ കറക്റ്റ്? അതോ രണ്ടും തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് എന്ന്. എ എന്ന് പറഞ്ഞ മെക്കാനിസം പറയുന്നത് ഈ റിയാക്ഷൻ 2 സ്റ്റെപ്പിൽ നടക്കുന്നു എന്നാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എപ്പോഴും റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുന്ന സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ്. അതാണ് RDS അല്ലെ, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സോ മെക്കാനിസം എ വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും R is equal to K into concentration of Cl2 into concentration of H2S എന്ന് പറയാൻ പറ്റും, which actually matches with the actual rate law expression. അപ്പം എ എന്ന് പറഞ്ഞ മെക്കാനിസം ശരിയാണ്. എ എന്ന് പറഞ്ഞ മെക്കാനിസം ആക്ച്വലി ശരിയാണ്.
ഇനി നമുക്ക് നോക്കേണ്ടത് എ മാത്രമാണോ ശരി അതോ ബി എന്ന് പറഞ്ഞ മെക്കാനിസം ശരിയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബി എന്ന് പറഞ്ഞ മെക്കാനിസവും പറയുന്നത് ഈ റിയാക്ഷൻ ഒരു 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണെന്നാണ്. അതും 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മെക്കാനിസം ബി വഴി ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ എന്താ എഴുതുക? R is equal to K into concentration of Cl2 into concentration of HS minus എന്ന് എഴുതും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? HS minus എന്ന് പറഞ്ഞ ആള് ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുകൾ ഒരു കാരണവശാലും റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഓക്കെ, റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ഷുഡ് നോട്ട് അപ്പിയർ ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. എനിക്ക് എങ്ങനെയാണ് HS മൈനസ് ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണെന്ന് മനസ്സിലായത്? കാരണം ഇവിടെ റിയാക്ട് ചെയ്യുന്നവരാരൊക്കെയാണ്? ക്ലോറിനും H2Sഉമാണ്. ഇവിടെ ആരാണ് പ്രൊഡക്റ്റ്? സൾഫറും H+ഉം Cl മൈനസുമാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? HS മൈനസ് എന്ന് പറഞ്ഞ ആൾ റിയാക്ടൻറ്റുമല്ല പ്രൊഡക്റ്റുമല്ല. സോ ദിസ് ഷുഡ് നോട്ട് അപ്പിയർ ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ആ കാണുന്ന HS മൈനസ് എന്ന് പറഞ്ഞ ആൾ റേറ്റ് ലോ എക്സ്പ്രഷനിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അയാൾ നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ അയാളെ എലിമിനേറ്റ് ചെയ്യുക. നിങ്ങൾ തൊട്ട് മുന്നത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയൂ. തൊട്ട് മുന്നത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HS മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2S എന്നാണ്. ഫ്രം ഹിയർ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് HS മൈനസ്? അവിടെ നിന്ന് നമുക്ക് HS മൈനസിന് എക്സ്പ്രഷൻ കിട്ടും. എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2S ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് കിട്ടും. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഇൻറ്റു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു, ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ യു ഗെറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഇൻറ്റു HS മൈനസിന് പകരം നിങ്ങൾ ഇത് കൊടുക്കുക. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2S ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ K ഇൻറ്റു K ഇക്വിലിബ്രിയം നമുക്കൊരു പുതിയ കോൺസ്റ്റന്റ് K ഡാഷ് എന്ന് വിളിക്കാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2S ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ റേസ് ടു -1. അപ്പോൾ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ മെക്കാനിസം ശരിയായിരുന്നുവെങ്കിൽ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നാണ് രണ്ടാമത്തെ മെക്കാനിസം പറയുന്നത്. പക്ഷേ ആക്ച്വൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എന്തില്ല? റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ കാണുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി എന്ന് പറഞ്ഞ മെക്കാനിസം തെറ്റാണ് എന്നാണ് അവിടെ അർത്ഥം. അതായത് അവിടെ ആര് മാത്രമേ ശരിയുള്ളൂ? എ എന്ന് പറഞ്ഞ മെക്കാനിസം മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ള മെക്കാനിസം എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? എ ഓൺലി, അല്ലേ? എ ഓൺലി എന്ന് പറഞ്ഞ ആൻസറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എ എന്ന് പറഞ്ഞ മെക്കാനിസം മാത്രമാണ് കറക്റ്റ്. കാരണം ബി എന്ന് പറഞ്ഞ മെക്കാനിസം ശരിയായിരുന്നുവെങ്കിൽ ആക്ച്വൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ എന്തുകൂടി വന്നേനെ? കോൺസെൻട്രേഷൻ ഓഫ് H+ന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ റേസ് ടു -1 എന്ന് പറഞ്ഞ ഫാക്ടർ കൂടി ആക്ച്വൽ റേറ്റ് ലോ എക്സ്പ്രഷനിൽ വന്നേനെ എന്നുള്ള പോയിന്റാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്. Alright, I hope this question is clear to you. Let us move to the next question. അടുത്ത ചോദ്യം നോക്കുക. ഓക്കെ, അനദർ ഈസി ക്വസ്റ്റ്യൻ. ഹാഫ് എ ഗിവ്സ് 2b, അല്ലേ? എന്താ പറയുന്നത്? ഹാഫ് എ ഗിവ്സ് 2b. ഇതാണ് നമ്മുടെ റിയാക്ഷൻ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാം. ഐ ക്യാൻ റൈറ്റ് 1/1/2, അല്ലേ? 1/1/2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു -dA/dt ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു dB/dt, അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് എന്താണ്? -dA/dt ഈസ് ഈക്വൽ ടു എന്താണ്? 1/4 ഇൻറ്റു dB/dt. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? -dA/dt ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു dB/dt എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും കെമിക്കൽ കൈനറ്റിക്സ് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The differential rate law for the reaction H2 plus I2 gives 2HI is. ഓക്കെ, ഇതെല്ലാം ആക്ച്വൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ആക്ച്വൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ ഡിസ്കഷന് വേണ്ടി ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. സോ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? H2 plus I2 gives 2HI, അല്ലേ? അപ്പം -dH2/dt ഈസ് ഈക്വൽ ടു എന്താ? -dI2/dt ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു dHI/dt. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ ആ 2നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ -2 ഇൻറ്റു dH2/dt ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു dI2/dt ദാറ്റ് ഈസ് ഈക്വൽ ടു
dHI/dt എന്ന് പറയാം. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് അവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, alright, let us move to the next question. Higher order reactions are rare due to. എന്തുകൊണ്ടാണ് ഹയർ ഓർഡർ റിയാക്ഷൻസ് റയർ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഓർഡറിൻ്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം, പക്ഷേ ഓർഡർ 3ലും കൂടുതലൊന്നും നമ്മൾ കാണാറില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഹയർ ഓർഡർ റിയാക്ഷൻസ് റയർ ആവുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് വെരി ലോ പ്രോബബിലിറ്റി ഫോർ സൈമൾട്ടേനിയസ് കൊളീഷൻ ഓഫ് ഓൾ ദ റിയാക്ടിങ് സ്പീഷീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഹയർ ഓർഡർ റിയാക്ഷൻസ് റയർ ആവുന്നത്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലോ പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻ ഓഫ് ഓൾ ദ റിയാക്ടിങ് സ്പീഷീസ്. ഓക്കെ, സൈമൾട്ടേനിയസ് ആയിട്ട് മോളിക്യൂളുകൾ 3ലും കൂടുതൽ മോളിക്യൂളുകൾ വന്ന് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഓർഡർ ഗ്രേറ്റർ ദാൻ 3 നമ്മൾ ഒബ്സർവ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, 2N2O5. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. 2N2O5 ഗ്യാസ് ഗിവ്സ് 4NO2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ്. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇനീഷ്യലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇനീഷ്യലി ഇത് P0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ് അല്ലേ. ആ ഇനീഷ്യൽ പ്രഷർ എന്താണെന്നാണ് പറഞ്ഞത്? ഇനീഷ്യലി പ്രഷർ 50 mm ഓഫ് മെർക്കുറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നേരിട്ട് 50 തന്നെ എഴുതുകയാണ്. ഓക്കെ, T = 0ൽ ഇത് മാത്രമേ ഉള്ളൂ, അത് 50 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അത് കഴിഞ്ഞ് 30 മിനിറ്റ് കഴിയുമ്പം ഇതെന്തായി മാറും? ഇത് 50 - 2P ആവും, ഇത് 4P ആവും, ഇത് P ആവും. ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രഷർ ഓഫ് എ വെസൽ കണ്ടെയ്നിങ് ഓൺലി N2O5 വാസ് ഫൗണ്ട് ടു ഇൻക്രീസ് ഫ്രം 50 mm ഓഫ് മെർക്കുറി ടു 87.5 mm ഓഫ് മെർക്കുറി ഇൻ 30 മിനിറ്റ്. അപ്പം 87.5 എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറാണ്. അതായത് ഇയാളെല്ലാവരും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ പ്രഷറാണ് എന്ത്? 87.5 mm എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് P എന്ന് കണ്ടുപിടിക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 50 - 2P പ്ലസ് 4P പ്ലസ് P എന്ന് പറയുമ്പം 50 + 3P എന്നല്ലേ കിട്ടുക. അതായത് പറഞ്ഞിരിക്കുന്നത് 50 + 3P എത്രയാണെന്നാണ് പറയുന്നത്? 87.5 ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3P എന്താണ്? 37.5 അല്ലേ. അപ്പോൾ P എന്താണ്? 1 2 ആൻഡ് ദെൻ സോ നമുക്കിവിടെ നോക്കാൻ പറ്റും. സോ 50 + 3P 87.5 ആണ്. അങ്ങനെയാണെങ്കിൽ 3P എന്ന് പറയുന്നത് യെസ് 37.5 ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് P? P = 12. പറഞ്ഞാൽ 2 × 12.5 25. 50 - 25 എന്ന് പറഞ്ഞാൽ 25 ആണ്. 4P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. ഇത് എത്രയാണ്? 12.5 ആണ്. ശരി, നമുക്ക് കിട്ടി. അപ്പം 30 മിനിറ്റ് കൊണ്ട് 50 എന്തായി എന്നാണ് പറയുന്നത്? 25 ആയി എന്നാണ് പറയുന്നത്. 30 മിനിറ്റ് കൊണ്ട് N2O5ൻ്റെ പ്രഷർ എന്തായി മാറി? 50 ഉള്ളത് 25 ആയി മാറി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 30 മിനിറ്റ് എന്താണ്? അതിൻ്റെ ഹാഫ് ലൈഫ് അല്ലേ. കാരണം 30 മിനിറ്റിനുള്ളിൽ N2O5ൻ്റെ പ്രഷർ 50ൽ നിന്ന് 25 ആവണമെങ്കിൽ ആ 30 മിനിറ്റ് എന്ന് പറയുന്നത് എന്താവണം? അയാളുടെ ഹാഫ് ലൈഫ് ആവണം. ചോദ്യം എന്താണ്? 60 മിനിറ്റിലുള്ള ടോട്ടൽ പ്രഷർ. അപ്പം T = 60 എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ലൈഫും കൂടെ കഴിഞ്ഞു അല്ലേ. ഒരു ഹാഫ് ലൈഫും കൂടെ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? 12.5 ആയിട്ട് മാറും. കാരണം 50 ഉള്ളത് ഒരു ഹാഫ് ലൈഫ് കൊണ്ട് 25 ആയി മാറി. അടുത്ത ഹാഫ് ലൈഫ് കൊണ്ട് അതിൻ്റെ പകുതിയാവും, അതായത് 12.5 ആയിട്ട് മാറും അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും 50 - 2P. പുതിയ രീതിയിൽ 50 - 2P = 12.5 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 2P? 2P = 50 - 12.5 എന്ന് പറഞ്ഞാൽ 37.5 ആണ്. അങ്ങനെയാണെങ്കിൽ P എന്താണ്? ഒരു 2 2 17 8 2 16 15 7 2 14 2 10 18.75 ആണ് അല്ലേ. അപ്പം വാട്ട് ഈസ് ദ വാല്യൂ ഹിയർ? 2P എന്ന് പറഞ്ഞാൽ 37.5 ആണ്. അപ്പോൾ 37.5 × 2 എന്ന് പറയുമ്പം ഇത് 75 വരും. അതുപോലെ ഇത് 18.75 വരും അല്ലേ. ഇതാണ് T = 60 മിനിറ്റിലെ കണ്ടീഷൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മൾ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 75 + 12.5 + 18.75 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 106.25. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഗൈഡുകളൊക്കെ സൊല്യൂഷൻ നോക്കുമ്പോൾ കുറേ കൂടെ ലെങ്തി ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക.
പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ, അതായത് ആ 30 t ഈക്വൽ ടു 30ൽ 50 ഉള്ളത് 25 ആയി എന്ന് പറയുമ്പം അത് ഹാഫ് ലൈഫ് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത 30 മിനിറ്റ് കൊണ്ട് അതെന്തായിട്ടാണ് മാറുക, ആ 25 ഉള്ളത് 12.5 ആയിട്ടാണ് മാറുക. സോ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ഇക്വേറ്റ് 50 - 2p 12.5 ആണെന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ p കിട്ടും, p കിട്ടിക്കഴിഞ്ഞാൽ 4p കിട്ടും, pയും കിട്ടും. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോട്ടൽ പ്രഷർ 60 മിനിറ്റ് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ആൻസറാണ് 106.25. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? റെഡി, റൈറ്റ്? ഓക്കെ, ലെറ്റ് us move to the next question. The half period of a first order reaction is 15 minutes. എനിക്ക് തോന്നുന്നു ഇവിടെ എൻ്റെ ചാറ്റ് കട്ടായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പറയുന്ന ആക്ച്വലി ഞാൻ കാണുന്നില്ല, എൻ്റെ ചാറ്റ് എൻ്റെ ലാപ്ടോപ്പിൽ കട്ടായി പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് എററാണെന്ന് തോന്നുന്നു. ഐ അസ്യൂം ദാറ്റ് നിങ്ങൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ബിക്കോസ് ചാറ്റ് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്, അൺഏബിൾ ടു കണക്ട് ടു ചാറ്റ്. ഓക്കെ, ഫൈൻ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് കാണുന്നില്ല ഇപ്പം. ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ്. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 15 minutes. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആഫ്റ്റർ 1 hour വിൽ ബി എന്നാണ് ചോദ്യം അല്ലേ? അപ്പം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് 15 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഓഡിബിൾ. ഓക്കെ, ഹാഫ് ലൈഫ് 15 മിനിറ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ആഫ്റ്റർ 1 hour വിൽ ബി എന്നാണ് ചോദ്യം അല്ലേ? വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹാഫ് ലൈഫ് 15 മിനിറ്റ് ആണ്. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു അല്ലേ? 15 മിനിറ്റാണ് ഒരു ഹാഫ് ലൈഫ്. അപ്പം 1 മണിക്കൂർ എന്ന് പറയുമ്പം 4 ഹാഫ് ലൈഫാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം 4 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, സോ 4 ഹാഫ് ലൈഫ്സ് ആർ ഓവർ. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലെഫ്റ്റ്? വളരെ സിമ്പിൾ അല്ലേ? n ഹാഫ് ലൈഫ്സ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? A0 ഡിവൈഡഡ് ബൈ 2n ഉണ്ടാവുക. ഓക്കെ, ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലെഫ്റ്റ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ് എങ്ങനെയാണ് കാണുക? A ഈക്വൽ ടു A0 ബൈ 2n ആണ്. ഓക്കെ, A0 എത്രയോ ആയിക്കോട്ടെ ഡിവൈഡഡ് ബൈ 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു. അപ്പോൾ 2/4 എന്ന് പറയുന്നതായി 16 ആയി മാറി. സോ ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു? അതിൻ്റെ 1/16 ആയിട്ട് മാറും. 1/16 ഓഫ് ദ ഒറിജിനൽ എമൗണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലെഫ്റ്റ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് A0 ഡിവൈഡഡ് ബൈ 2n. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ഗിവൺ ടു യു. ഓക്കെ, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ആ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 2 × 10⁻² ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആഫ്റ്റർ 25 സെക്കൻഡ്, ടൈം 25 സെക്കൻഡ് ആണ്, അത് കഴിഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് 0.5 മോളാർ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല A0 - A = KT എന്നുള്ളതാണ്. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, അതെനിക്ക് എത്രയാണെന്ന് അറിയില്ല. A എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം T ആണ്, അത് തന്നിട്ടുണ്ട് 0.5 മോളാർ ആണ് തന്നിട്ടുണ്ട്. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഈസ് ഗിവൺ ടു യു. ടൈം ഈസ് ഓൾസോ ഗിവൺ ടു യു. സോ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? വാട്ട് ഈസ് A0? 0.5 പ്ലസ് 2 × 25 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 × 10⁻² എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സോ വാട്ട് ഈസ് A0? A0 എന്ന് പറയുന്നത് 1 മോളാർ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് 1 മോളാർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഐ തിങ്ക് നമ്മുടെ ടൈം ഏതാണ്ടായിട്ടുണ്ട്. നമുക്കൊരു ചോദ്യം കൂടെ ചെയ്തിട്ട് നിർത്താം. 1-2 ചോദ്യങ്ങൾ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് വരിക. സോ യു ക്യാൻ ഈസിലി ഗെറ്റ് ദ ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തിയറി ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഹാവിങ് എ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 3 days. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. എത്രയാണെന്നാണ് പറയുന്നത്? 3 ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. വാസ് റിസീവ്ഡ് ആഫ്റ്റർ 12 days. അപ്പോൾ എത്ര കഴിഞ്ഞു? 12 days. 12 days എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു അല്ലേ? 4 ഹാഫ് ലൈഫ് ഫിനിഷ് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലെഫ്റ്റ് 3 gram ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി എത്രയാണെന്ന് ചോദിക്കുന്നത്? നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലെഫ്റ്റ് ആഫ്റ്റർ n ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0 ഡിവൈഡഡ് ബൈ 2n ആണ്.
എ 3 gram ആണെന്നാണ് പറയുന്നത്. A0 എനിക്ക് അറിയില്ല. എത്ര ഹാഫ് ലൈഫാണ് കഴിഞ്ഞത്? 4 ഹാഫ് ലൈഫാണ് കഴിഞ്ഞത്. അപ്പോൾ 2⁴. 2⁴ എന്ന് മാത്രമേ 16 ആണ്. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ A0 എത്രയായിരിക്കും? 3 × 16 ആയിരിക്കും, വിച്ച് ഈസ് 48 gram അല്ലേ? 48 gram എന്ന് പറയുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആർ യു ഫോളോയിങ്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. യെസ് സൽമാൻ, മുഹമ്മദ് സഫാൻ, ആദി, അബ്ദുൽ ബാസിദ്. ഓക്കെ, സിമ്പിൾ ചോദ്യങ്ങളാണ്. സോ ആൻസർ ഈസ് 48 gram. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? Okay, I think it's almost time. ഇത് കൂടെ ചെയ്ത് നിർത്താം. For a first order reaction, A gives product. Concentration of A changes from 0.1 molar to 0.025 molar in 40 minutes. Rate of reaction when the concentration of A is 0.01 molar is. Okay. So നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിയാം അല്ലേ? എന്താ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT is equal to 2.303 into log A0/A ആണ്. This is the integrated rate equation for a first order reaction. Okay. അപ്പം K എനിക്കറിയില്ല. ഓക്കെ, K എനിക്കറിയില്ല. വാട്ട് ഈസ് T? 40 minutes ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 into log A0 എത്രയാണ്? 0.1 ആണ്. A എത്രയാണ്? 0.025 ആണ് അല്ലേ? അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരുടെ വാല്യൂ കിട്ടും? K കിട്ടും. വൺസ് യു ഗെറ്റ് K, പിന്നെ ഒന്നുമില്ല. R ഈസ് ഈക്വൽ ടു എന്താണ്? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ആണ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞത്? 0.01 മോളർ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഗിവൺ ഹിയർ ആസ് 0.01 മോളർ. സോ ഐ തിങ്ക് യു ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കുക? K കണ്ടുപിടിക്കുക. എങ്ങനെയാണ് K കണ്ടുപിടിക്കുക? K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു ലോഗ് എത്ര കിട്ടുക? ഇഫ് ഐ മൾട്ടിപ്ലൈ ബൈ 10⁻³ എന്ത് കിട്ടും ഇവിടെ? 1 2 3 അല്ലേ? 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 100/25 ലോഗ് 4 എന്ന് കിട്ടും അല്ലേ? ലോഗ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 4 എന്ന് പറഞ്ഞാൽ ലോഗ് 2² ആണ്. 2 log 2 ആണ്. 2 log 2 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ഓക്കെ, സോ ഇത് ചെയ്യാം. അപ്പം എനിക്ക് ഇവിടെ നേരിട്ട് എഴുതാൻ പറ്റും. R ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 0.6 ഇൻറ്റു എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ. കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാണ്? 10⁻² ആണ്. ഓക്കെ, സോ പ്ലീസ് ഡു ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്താ ആൻസർ എന്ന്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയി. ഓക്കെ, സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. സോ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം മതി. ഒരു ലാസ്റ്റ് 10-15 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ എടുക്കുക. JEE മെയിൻസിനും AIEEE നോക്കി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് മേ ബി മോർ ദാൻ 150-200 ക്വസ്റ്റ്യൻസിന് മുകളിലുള്ള നല്ലൊരു കളക്ഷൻ കിട്ടും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വരാറില്ല. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. So that's all for today from my side. So I'll meet you with some other topic some other time. Bye. Keep studying. Any doubts? I hope we're not having any doubts. Yes. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ.